അബി വർഗീസ് എഴുതി ഡയറക്റ്റ് ചെയ്ത ഫിലിമാണ് മൺസൂൺ മാംഗോസ്. ഫഹദ് ഫാസിലാണ് ഇതിലെ സെൻട്രൽ ക്യാരക്ടറിൽ എത്തുന്നത്. ഈ ഫിലിം ഒരു ഫീൽ ഗുഡ് എന്റർടൈനർ ആണ്. മൺസൂൺ മാംഗോസ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് തമ്പി ആന്റണിയാണ്, കായൽ ഫിലിംസിന്റെ ബാനറിൽ. ദാവീദ് അഥവാ DP പള്ളിക്കൽ എന്ന ക്യാരക്ടറാണ് ഫഹദ് ഫാസിൽ ഈ സിനിമയിൽ പോർട്രേ ചെയ്യുന്നത്. ഒരു ആസ്പയറിംഗ് ഫിലിം മേക്കറാണ് ദാവീദ്. ജീവിതത്തിൽ ഒരു അൺസക്സസ്ഫുൾ മാൻ ആണ് ദാവീദ് എന്ന് വേണം പറയാനായിട്ട്. തൻ്റെ ഡ്രീം ഫിലിം ആയിട്ടുള്ള പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഒരു പ്രൊഡ്യൂസറിനെ തപ്പിപ്പിടിക്കാനുള്ള കഷ്ടപ്പാടിലാണ് ഈ ദാവീദ്. അധികം പോപ്പുലർ അല്ലാത്തൊരു ബോളിവുഡ് ആക്ടറിനെ ദാവീദ് കണ്ടുമുട്ടുന്നു. പ്രേംകുമാർ എന്നാണ് ഈ ആക്ടറിന്റെ പേര്. പ്രേംകുമാർ നിനക്ക് അറിയത്തില്ലേ? പ്രേംകുമാർ ഏതോ ഒരു കിളവൻ. एक लड़की सपने में मुखड़ा दिखला जाए, आंख खुले वो ही लड़की मेरे सामने आ जाए. പ്രേംകുമാറിനെ സെൻട്രൽ ക്യാരക്ടറായി വെച്ചിട്ടാണ് തൻ്റെ സിനിമ ചെയ്യാനായിട്ട് ദാവീദ് ആഗ്രഹിക്കുന്നത്. ദാവീദ് തൻ്റെ ഈ ഡ്രീം പ്രോജക്റ്റായ സിനിമ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള തത്രപ്പാടൊക്കെയാണ് ഈ സിനിമയുടെ പ്ലോട്ട്. DP പള്ളിക്കലായിട്ട് ഫഹദ് ഫാസിൽ ഒരു എക്സ്ട്രാordinary പെർഫോമൻസ് തന്നെയാണ് ഈ സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. യങ്സ്റ്റേഴ്സ് ലീഗിൽ ബെസ്റ്റ് ആക്ടർ ഫഹദ് ഫാസിൽ തന്നെയാണ് എന്നുള്ള കാര്യം എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് ഫഹദിന്റെ പെർഫോമൻസ് ഈ സിനിമയിൽ. വിജയ് രാജും ഒരു സ്പെഷ്യൽ അപ്ലോസ് അർഹിക്കുന്നുണ്ട് ഈ സിനിമയിൽ. ഐശ്വര്യ മേനനാണ് ലീഡിംഗ് ലേഡിയായി എത്തുന്നത്. പക്ഷെ കാര്യമായിട്ടൊന്നും ഈ സിനിമയിൽ പുള്ളിക്കാരിക്ക് ചെയ്യാനില്ല. വിനയ് ഫോർട്ട്, ടൊവിനോ തോമസ്, സഞ്ജു ശിവറാം, തമ്പി ആന്റണി എന്നിവരൊക്കെയാണ് മറ്റ് കാസ്റ്റിലെത്തുന്നവർ. US ബേസ്ഡ് മലയാളികളുടെ ജീവിതം പോർട്രേ ചെയ്യുന്ന കാര്യത്തിൽ അബി വർഗീസ് എന്ന ഡയറക്ടർ സക്സീഡ് ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ. പക്ഷേ ഇതിൻ്റെ സ്ക്രിപ്റ്റിന് അത്രയ്ക്കധികം ഒരു സ്ട്രെങ്ത് പോരാ എന്ന് എടുത്തു പറയേണ്ട ഒന്നാണ്. വളരെ സ്ലോ പേസിലാണ് ഈ സിനിമ മുന്നോട്ട് നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമ ഒരു ഓഡിയൻസ് ഫ്രണ്ട്ലി സിനിമയാണ് എന്ന് തീർത്ത് പറയാൻ നിവൃത്തിയില്ല. ലുക്കാസ് പ്രുഷ്നിക്കിൻ്റെ ബ്രെത്ത് ടേക്കിംഗ് വിഷ്വൽസ് ഈ സിനിമയെ ഒരു വിഷ്വൽ ട്രീറ്റാക്കി തന്നെ മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം US സിൽവർ സ്ക്രീനിൽ ഫീച്ചർ ചെയ്ത ഫസ്റ്റ് മലയാളം സിനിമയായിരിക്കും ഇത്. ഡോൺ മാക്സിന്റെ എഡിറ്റിംഗ് അത്ര ഇഫക്റ്റീവ് അല്ല, കാരണം സിനിമ പോകുന്നത് മുഴുവൻ ഒരു സ്ലോ പേസിലൂടെയാണ്. ഇതിലെ സോങ്സും ബാക്ക്ഗ്രൗണ്ട് സ്കോറും കമ്പോസ് ചെയ്തിരിക്കുന്നത് ജേക്സ് ബിജോയ് ആണ്. വളരെ ഫ്രഷും റിതമിക്കുമായിട്ടുള്ള പാട്ടുകളും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ ഗുഡ് മൂവി എക്സ്പീരിയൻസ് ആണ് മൺസൂൺ മാംഗോസ് എന്ന ഈ സിനിമ.